നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എൽ ക്ലാസിക്കോക്കുള്ള ബാഴ്സലോണയുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയാണ് എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ സാന്റിയാഗോ ബെർണാബുവിൽ ബാഴ്സയും റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ബാഴ്സയുടെ സ്ക്വാഡ് പ്രഖ്യാപനം, അതിലാരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് നോക്കാം. ഗോൾ കീപ്പർമാരായിട്ട് ഷെസ്നി, കൊച്ചൻ, എദുറ അല്ലർ എന്നിവരാണുള്ളത്. ഡിഫൻസിൽ ബാൾഡെ, റൊണാൾഡോ അറൗഹോ, കുബാർസി, ജെറാർഡ് മാർട്ടിൻ, കൂണ്ടെ, എറിക്, ജോഫ്രെ, ഷാവി എസ്പാർട്ട് എന്നിവരാണുള്ളത്. മധ്യനിരയിൽ പെഡ്രി, ഫെർമിൻ, കെസാഡോ, ഫ്രെങ്കി ഡിയോങ്, ബെർണാൽ, ഡ്രോ എന്നിവരുണ്ട്. മുന്നേറ്റത്തിലാവട്ടെ ഫെറാൻ, ലാമിൻ യമാൽ, റാഷ്ഫോർഡ്, റൂണി, ടോണി ഫെർണാണ്ടസ് എന്നിവരാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഹൻസി ഫ്ലിക്ക് നമുക്കറിയാം സസ്പെൻഷനിലാണ്. എന്തായാലും ബാഴ്സലോണയ്ക്ക് വേണ്ടി ആദ്യ 11 ആരൊക്കെ ഇറങ്ങും? ഇന്നലെ ഹൻസി ഫ്ലിക്ക് അവസാന ട്രെയിനിങ് സെഷനിൽ ഉപയോഗിച്ച 11 നമുക്ക് നോക്കാം. അതിൽ ഗോൾ കീപ്പറായിട്ട് ഷെസ്നി, ഡിഫൻസിൽ കുബാഴ്സിയും എറിക്കും സെൻറ്റർ ബാക്ക് പെയറായിട്ട്. അങ്ങനെ ഒരു നീക്കത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത്. കൂണ്ടയെ വലത് പാർശ്വത്തിൽ കളിപ്പിക്കും. കൂണ്ടെ ഡൗട്ട്ഫുൾ ആയിരുന്നു ഈ മാച്ചിന്, പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഫിറ്റാണെന്നാണ് റിപ്പോർട്ട്. ഇടത് പാർശ്വത്തിൽ ബാൾഡയും ഉണ്ടാകും. മധ്യനിരയിൽ ഫ്രെങ്കി ഡിയോങ്ങും പെഡ്രിയും പിന്നെ ഫെർമിൻ മുന്നേറ്റങ്ങളെ സഹായിക്കാനും ഉണ്ടാകും. മുന്നേറ്റത്തിൽ ഫെറാന് സെൻട്രൽ ഫോർവേഡായിട്ട് ലാമിനും റാഷ്ഫോർഡും ഇരുപാർശ്വങ്ങളിൽ. ഇതാണിപ്പോൾ ബാഴ്സ പ്ലാൻ ചെയ്യുന്ന 11 എന്നാണ് ട്രെയിനിങ്ങിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഏതായാലും റയലിൻ്റെ സ്ക്വാഡ് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബാഴ്സ ഇതാ മികച്ച സ്ക്വാഡും കൊണ്ട് തന്നെയാണ് വരുന്നത്. ശരിയാണ്, ചില പ്രധാന താരങ്ങൾ പരിക്കേറ്റ് പുറത്താണ്. ഇപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി ആണെങ്കിലും അതുപോലെ റാഫിനി ആണെങ്കിലും ഒക്കെ കളിക്കളത്തിന് പുറത്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ പോലും മികച്ച ടീമും കൊണ്ട് തന്നെയാണ് ബാഴ്സയും എത്തുന്നത്. ഇന്നൊരു തീ പറക്കുന്ന പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.